ഡോക്ടർ, ഈ രാവിലെ സ്കൂളിൽ പോകുന്ന സമയത്ത് തിരക്ക് പിടിച്ച് നിൽക്കുമ്പോഴേ കുട്ടികൾ ഫുഡ് കഴിക്കാണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തൊക്കെ ഓടിയൊക്കെ പോകുന്നൊരു പതിവുണ്ടല്ലോ. ഇതുകൊണ്ട് ഈ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നത് കൊണ്ട് കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ടോ? ഇത് ഇപ്പോഴത്തെ ഒരു പ്രശ്നമാണ്. അതായത് കുട്ടികൾ രാവിലെ എണീറ്റ് ട്യൂഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ നേരത്തെ സ്കൂൾ തുറക്കുന്ന സ്ഥലങ്ങളായിരിക്കും. അപ്പോൾ അവരെല്ലാം അമ്മമാർക്കും അല്ലെങ്കിൽ അച്ഛന്മാർക്കും രാവിലെ ഓഫീസിൽ പോകേണ്ട കാര്യമായിരിക്കും. അപ്പോൾ എല്ലാവരും തിരക്കിട്ട് ഇറങ്ങുന്ന സമയത്ത് കുട്ടികൾ ഭക്ഷണം കഴിക്കാൻ മറന്നു, അല്ലെങ്കിൽ കഴിച്ചൊന്ന് വരുത്തി ഇറങ്ങി ഓടാറുണ്ട്, അല്ലെങ്കിൽ അത് സ്നാക്ക് ബോക്സിൽ കൊടുത്തു വിടാറുണ്ട്, അവർ സ്കൂളിൽ പോയി കഴിക്കാറുണ്ട്. മോസ്റ്റ് ഓഫ് നമ്മുടെ ഈ ഒരു മോഡേൺ ഫാമിലീസിൽ കണ്ടുവരുന്ന, മോഡേൺ സിനിമയിൽ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ ഇത് മിക്ക രക്ഷിതാക്കളും വിചാരിക്കും കുഴപ്പമില്ല, ഉച്ച സമയത്ത് ഭക്ഷണം കഴിക്കുമല്ലോ, അപ്പോൾ അതങ്ങ് കവറാവുമല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ എന്താ? ബ്രേക്ക് ദ ഫാസ്റ്റ് അല്ലേ. അപ്പം 10-12 മണിക്കൂറോളം ഫാസ്റ്റ് ചെയ്തതിന് ശേഷം കഴിക്കുന്ന ആദ്യത്തെ ഭക്ഷണമാണ് കുട്ടികളിൽ ഈ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ബ്രെയിനിനൊരു ഗുണമുണ്ട്. അപ്പോൾ എന്താ, ഷുഗർ ഇല്ലാത്ത സമയത്ത് എന്ത് ചെയ്യും, അത് കീറ്റോൺ ബോഡി എന്നൊക്കെ പറയുന്ന ഒരു എലമെന്റിനെ അത് യൂസ് ചെയ്ത് അത് ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിനൊരു സമയപരിധിയുണ്ട്. അപ്പോൾ ഈ 12 മണിക്കൂറിന് ശേഷം പിന്നെയും ഗ്ലൂക്കോസ് ചെന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിനിൻ്റെ ഫംഗ്ഷൻസിനെ എല്ലാം അത് ബാധിക്കും. കുട്ടികൾക്ക് പ്രോപ്പറായി ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കാൻ പറ്റണമെന്നില്ല. ബ്രെയിനിൻ്റെ അറ്റൻഷനും അതിൻ്റെ ഡെവലപ്മെൻറ്റും ഒക്കെ അതിനെ ബാധിക്കാൻ സാധ്യത. പിന്നെ കുട്ടികളിൽ ഉദര സംബന്ധമായ പ്രശ്നങ്ങളും ഇത് കാരണം വരാൻ സാധ്യത. ഇപ്പോൾ നമ്മുടെ 12 മണിക്കൂർ കുട്ടി ഫാസ്റ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് ഇൻറ്റസ്റ്റൈൻ്റെ അകത്തും നമ്മുടെ ഉദരത്തിൻ്റെ അകത്തെല്ലാം ഗ്യാസ് ഫോർമേഷൻ എല്ലാം, ആസിഡ് ഫോർമേഷൻ എല്ലാം ഉണ്ടാവാറുണ്ട്. ഇപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്ത് നോർമലി ആസിഡ് സെക്രീഷൻ കൂടുതലായി വരാറുണ്ട്. അതിനെ ശമിപ്പിക്കാൻ ഭക്ഷണം അങ്ങോട്ട് ചെന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഗ്യാസ്ട്രൈറ്റിസ് അല്ലെങ്കിൽ ഉദര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ എല്ലാം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. കുട്ടികൾക്ക് കലശലായിട്ടുള്ള വയറുവേദന, നിരന്തരമായിട്ടുള്ള വയറുവേദന, അതുപോലെ തന്നെ ഗ്യാസ്ട്രിക് അൾസർ, പെപ്റ്റിക് അൾസർ ഇതെല്ലാം വരാനും ഇങ്ങനെയുള്ള കുട്ടികളുടെ സാധ്യത. ഇതെല്ലാം കുട്ടികളുടെ ബൗദ്ധിക വികാസത്തെയും കുട്ടികളുടെ ഉദര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെയും എല്ലാം ഇത് കേന്ദ്രീകരിച്ചിരിക്കുന്നു. അപ്പോൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. വലിയവരും സ്കിപ്പ് ചെയ്യാൻ പാടില്ല, കുട്ടികൾ തീർച്ചയായും സ്കിപ്പ് ചെയ്യാൻ പാടില്ല.